ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അന്തർദേശീയ തലത്തിൽ. മറ്റൊന്നുമല്ല, നമ്മുടെ പുതിയ മാർപ്പാപ്പ ലിയോ 14 മാർപ്പാപ്പ ഇന്ന് സ്ഥാനാരോഹണം ചെയ്യുന്ന ദിവസമാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം വത്തിക്കാനിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. വിപുലമായ പ്രാർത്ഥനാ ചടങ്ങുകളും ഒക്കെയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ചടങ്ങിലേക്കാണ് വത്തിക്കാൻ പോകുന്നത്. നമുക്ക് ഈ വാർത്തയുടെ ഒരു സമഗ്രമായ വിവരങ്ങളിലേക്ക് നമുക്ക് പോകണം. ലിയോ 14 പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ഇന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 ആഘോഷമായ വിശുദ്ധ കുർബാനയോടെ നടക്കും. ഇതിനു പിന്നാലെ വത്തിക്കാനിലെ പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ അധികാരമേറ്റെടുക്കുന്നതിനുള്ള ചടങ്ങുകൾ തുടരും. മെയ് 20 അദ്ദേഹം സെന്റ് പോൾ ബസിലിക്കയുടെ അധികാരം സ്വീകരിക്കും. മെയ് 21 വിശ്വാസികളുമായി ആദ്യ പൊതുസമ്മേളനം നടത്തും. മെയ് 24 റോമൻ ക്യൂരിയയുമായി വത്തിക്കാൻ ജീവനക്കാരുമായും കൂടിക്കാഴ്ച നടത്തും. മെയ് 25 അദ്ദേഹം സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയും സെന്റ് മേരി മേജർ ബസിലിക്കയും ഔദ്യോഗികമായി ഏറ്റെടുക്കും. സ്ഥാനാരോഹണ ചടങ്ങുകളിൽ 200-ലധികം വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത്. വത്തിക്കാനിൽ കനത്ത സുരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. 6000 പോലീസ് ഉദ്യോഗസ്ഥരും 1000 സന്നദ്ധ പ്രവർത്തകരും ഡ്യൂട്ടിയിലുണ്ടാകും. US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും US പ്രതിനിധി സംഘത്തെ നയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മത്തറല്ല, പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെ ഇറ്റലിയിലെ നേതാക്കൾ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കും. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ല. എലിസബത്ത് രാജ്ഞിയുടെ ഇളയ മകൻ പ്രിൻസ് എഡ്വേർഡ് ബ്രിട്ടനെ പ്രതിനിധീകരിച്ച് ചടങ്ങിനെത്തും. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായ ലിയോ 14 വടക്കേ അമേരിക്കയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പയാണ്. അതിനാൽ തന്നെ വത്തിക്കാന്റെ അമേരിക്കയുമായുള്ള ബന്ധവും ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളോടുള്ള പാപ്പയുടെ സമീപനവും ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.